എല്ലാവർക്കും സിദ്ദിഖ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളെ എൻഡോർക്ക് ബൈക്കുമായിട്ട് പാലക്കാട് പോവാണ്. പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങാനുള്ള പരിപാടിയിലാണ്. ചുറ്റൂർ മാടഞ്ചിന അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വണ്ടിയോടുണ്ട്. ഇപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് പോയിട്ട് അവിടുന്ന് പിന്നെ നമ്മളൊരു കൂട്ടുകാരൻ്റെ പിന്നെ ഒരു സ്ഥാപനം ഹോട്ടലുണ്ട് അവിടെ. അവനെ പോയി കണ്ടിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ്. കേരള ടു ചെന്നൈ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. എൻഡോർക്ക് 125 നമ്മൾ ഇതായിട്ടാണ് പോകുന്നത്. നമ്മൾ യാത്ര തുടങ്ങണേ നമ്മൾ യൂസുഫിൻ്റെ കടൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. T20 കോഫി പാലക്കാട് നമ്മളെ യാത്ര തുടരുന്നത്. കടപ്പം തുറന്നിട്ടുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളെ യാത്ര തുടങ്ങണേ. നമ്മൾ പത്തുമൂച്ചിക്കൽ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 370 എണ്ണടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാലക്കാടുക്കുള്ള ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. 2 മണിക്കൂർ 7 മിനിറ്റ് 9:27 അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ വേങ്ങരയാണ് ഉള്ളത്. നമ്മൾ പെരിന്തൽമണ്ണ കഴിഞ്ഞ് പിന്നെ അവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ്. കുഞ്ഞിക്കാട് തട്ടുകളാണ് അവിടെ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ മാസ്റ്റർ പീസിലെ ആദിലിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ കണ്ടുമുട്ടിയത്. എങ്ങോട്ട് പോകണേ? ഞാൻ കോയമ്പത്തൂർ. നിങ്ങളൊറ്റയുള്ളൂ? അല്ല, വൈഫുണ്ട്. അത് ശരി. അപ്പോൾ നമ്മൾ പൊറാട്ടയും മുട്ട റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈ ഹോട്ടലിൽ ചായ അടിക്കാൻ കയറിയില്ല. ഈ ഹോട്ടലിൽ ചായ അടിക്കാൻ കയറിയപ്പോഴാണ് പിന്നെ നമ്മൾ മാസ്റ്റർ പീസ് ആദിലിനെ കണ്ടത്. അപ്പോൾ അതിൽ അവർ വൈഫിനും കൂട്ടി വേറൊക്കെ പോകണമെന്നാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് ടൗൺ എത്തിയിട്ടുണ്ട്. നമുക്ക് കോയമ്പത്തൂർ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. വെൽക്കം തമിഴ്നാടിക്ക് കടന്നിരിക്കുകയാണ്. ഗോപാലപുരം എത്തി. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യാണ്. ചെക്ക് ചെയ്യാനൊന്നും അറിയില്ല. ഇതുവരെ സിംഗിൾ റോഡ് ഇപ്പോൾ ഡബിളായി 4 വരിപ്പാത നല്ല റോഡ്. ഇനി 44 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ. പൊള്ളാച്ചി 15 കിലോമീറ്റർ. നമുക്ക് പൊള്ളാച്ചി പോയിട്ട് പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ നമ്മൾ തിരിഞ്ഞു പോകണം. വീണ്ടും ഞാൻ 300 രൂപ കണ്ണടിച്ചു. മൊത്തം 670 രൂപയ്ക്ക് കണ്ണടിച്ചു. കുഴപ്പമില്ല, വണ്ടി അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്. വലിയ സ്പീഡൊന്നും പോണില്ല. 50. നല്ല റോഡ്, ഇതുപോലത്തെ നല്ല റോഡൊക്കെ ആണെങ്കിൽ ഞാൻ 60-ലൊക്കെ പോകും. കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്. ഓവർ ചൂടില്ല, നല്ല കാറ്റുണ്ട്, നല്ല കാലാവസ്ഥയാണ്. ബൈക്കായിട്ടും കാറായിട്ടൊക്കെ പോകാൻ പറ്റിയ കാലാവസ്ഥയാണ്. പിന്നെ വെക്കേഷന് അല്ലാത്തതുകൊണ്ട് തിരക്കില്ല, റോഡൊക്കെ തിരക്ക് കുറവാണ്. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് പെരിന്തൽമണ്ണ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ട്രാഫിക്കിൽ കുടുങ്ങിയത്. കുറച്ച് നേരം പെരിന്തൽമണ്ണ, വേറെ എവിടെയും ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടില്ല. നല്ല സുഖമായിരുന്നു. ഞാൻ അങ്ങനെ മെല്ലെ പോന്നിട്ടുള്ളൂ. 125 cc വണ്ടിയല്ലേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്ത് 1 മണിക്കൂർ ഓടി. ഒരു 10-15 റെസ്റ്റ് എടുത്ത് 1 മണിക്കൂർ ഓടും, വീണ്ടും കുറച്ച് റെസ്റ്റ് എടുക്കും. അങ്ങനെ നമുക്കും ക്ഷീണം ഉണ്ടാവില്ല, വണ്ടിക്കും ക്ഷീണം ഉണ്ടാവില്ല. നല്ല റോഡാണ്. തെങ്ങിൻ തോട്ടം, എൻ്റെ സൈഡിലും തെങ്ങിൻ തോട്ടം. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ടൗണെത്തി. പൊള്ളാച്ചിയിലെത്തി. ഇനി നമുക്ക് ഉടുമൽപേട്ട. ഇവിടുന്ന് ഇനി ഒരു 37 മിനിറ്റ് കൂടി ഉണ്ട് പൊള്ളാച്ചി ടൗൺ. നമ്മൾ ഗൾഫിലെ പോലെയൊക്കെ റൗണ്ട് ബോട്ടൊക്കെ ഉച്ച ആയതുകൊണ്ടൊക്കെ ഇവിടെ തിരക്ക് കുറവ്. വൈകുന്നേരമൊക്കെ പിന്നെ ഭയങ്കര തിരക്കേക്കണം. പോകാൻ പറ്റും. പോകാനൊക്കെ ഭയങ്കര റിസ്ക്കേക്കണം. നല്ല ശ്രദ്ധ വേണം. 4 ഭാഗത്തുനിന്ന് വണ്ടി വരും. പൊള്ളാച്ചി സിറ്റി കഴിഞ്ഞ് ഇനി നമുക്ക്
40 മിനിറ്റും കൂടിയുണ്ട്. അപ്പം ഉടുമ്പൽപേട്ട എത്തി. ഇവിടെയാണ് നമ്മളെ കൂട്ടുകാരൻ്റെ കട. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചക്കഞ്ഞി അവൻ്റെ അത് ഹോട്ടലാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. കൊക്കരക്കോ ബിരിയാണി, നല്ല ബിരിയാണിയാണ്, സൂപ്പർ ബിരിയാണിയാണ്, നല്ല ഫേമസ് ബിരിയാണിയാണ്. അപ്പോൾ അത് കഴിക്കണം. നമ്മൾ ഏകദേശം ഉടുമ്പൽപേട്ട എത്താനായി. ഒരു 20 മിനിറ്റും കൂടി ഉള്ളൂ. എന്ത് സംഭവം എനിക്കറിയില്ല. നല്ല ഫാന് കറങ്ങുന്നുണ്ട്. ഈ ഏരിയയിൽ ചൂടുണ്ടാവില്ല. ഫാന് കറങ്ങുന്നുണ്ട്. ഈ ഏരിയയിലൊന്നും ചൂട് വല്ലാതെ ഉണ്ടാവില്ല. ഉണ്ടമാനുണ്ട്. എന്താണ് സംഗതി, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് അറിയില്ല. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന അതൊന്നുമില്ല. ഈ ഫാൻ തന്നെയാണ് വെന്റിബിൾ കാറ്റാടി. ആ, അത് ഏതൊക്കെ കറണ്ട്? ആ, അത് കറങ്ങിയാൽ കറണ്ട് വരും. അത് കറങ്ങുമ്പോൾ കറണ്ട് വരും. ആ, ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ അണ്ണൻ പറഞ്ഞു കാറ്റാടി, അത് കറങ്ങുമ്പോൾ കറണ്ട് വരും. അപ്പൊ എനിക്കത് തോന്നിക്കണോ ആയിരിക്കാന്ന്. നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറണ്ട് ഉൽപ്പാദിപ്പിക്കണം. അത് കറങ്ങിയാല് കറണ്ട് വരും. ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്താട്ടോ. ഒഴിഞ്ഞ സ്ഥലം. കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇവിടെ എന്താ ടോള് വരുന്നുണ്ടോ? ടോള് നിർമ്മാണം, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കും. ടോളിന് മൊത്തം കാറ്റാടി. അങ്ങനെ നമ്മളെ കൊക്കരക്കോ റഫീഖിന്റെ കടന് മുന്നിലെത്തിയിട്ടുണ്ട്. അതാണ് ആള് റഫീഖ്. അതാണ് കേട്ടോ ഹോട്ടല്, റഫീഖിന്റെ ഹോട്ടല്. ഇതാണ് ബിരിയാണി. ഇവിടുത്തെ ഫേമസ് ബിരിയാണി ഇതാണ്. ഇവിടുത്തെ ഫേമസ് ബിരിയാണി ഇതാട്ടോ. ഷവായ ഉണ്ട്, ഷവായ സൂപ്പറാണ്. പിന്നെ ബ്രോസ്റ്റ്. ഇത് ഉടുമ്പൽപേട്ട ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ കുറച്ച് ഈ ഭാഗത്തായിട്ടാണ്. കൊക്കരക്കോ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫേമസ് ബിരിയാണി. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിച്ചാൽ നല്ല വിശപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കട്ടെ. അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സൂപ്പർ ടൈറ്റുണ്ട്. പെപ്പർ ഷവായ ചൂടാ. ഇതിങ്ങനെ കഴിച്ചിട്ട് സൂപ്പറാണ്. നമ്മളെ റഫീഖിൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരെ റഫീഖിൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷാണോ. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.